ഇസ്രായേലിനെ മാറ്റി നിർത്തില്ല, ഇറാൻ കത്തിക്കും. നെതന്യാഹുവിന്റെ മരണം ഉറപ്പിക്കുവാൻ ഇറാൻ സേന എത്തും. ഇസ്രായേലിനെ ഒരിക്കലും അങ്ങനെ മാറ്റി നിർത്തുവാനോ ഒഴിവാക്കുവാനോ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോകുന്നു. അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണകൾ അത് ഇസ്രായേലിന് കൂടി ബാധകമായിരിക്കുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാര്യം, യുദ്ധം തുടങ്ങി ഇത്രാമത്തെ മണിക്കൂറിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലാൻ കാണിച്ച വല്ലാത്ത ക്രൗര്യമുണ്ടല്ലോ ഇസ്രായേലിൻ്റെത്, അത് മറക്കാൻ ഇറാൻകാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നർത്ഥം. എത്രയൊക്കെ വലിയ സമാധാന ചർച്ചകൾ നടന്നാലും, എത്രയൊക്കെ വലിയ സമാധാന കരാറുകൾ ഉറപ്പിച്ചാലും, ആ കരാറുകൾക്കപ്പുറം നെതന്യാഹുവിന്റെ മരണം ഉറപ്പിക്കുക എന്നുള്ളത് ഇറാൻ സേനയുടെ തീർത്താൽ തീരാത്ത കടപ്പാടാണ്, അതവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ അതിലേക്കുള്ള നടന്നുകയറ്റം തന്നെയാണ് ഈ സമാധാന ചർച്ചകൾ ഇത്രത്തോളം വൈകിപ്പിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണകൾ അത് ഇസ്രായേലിന് കൂടി ബാധകമാകുമെന്ന് ഇറാൻ പറയുന്നത്. ഇസ്രായേലിനെ കരാറിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ള വാർത്തകൾ അടക്കം തള്ളിക്കൊണ്ടാണ് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതോടുകൂടി എല്ലാ മേഖലയിലും യുദ്ധം നിർത്തുന്ന ധാരണ ലബനനിൽ ഉൾപ്പെടെ ബാധകമാക്കും എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു കരാറിൽ എത്തേണ്ടി വരും. അതേസമയം ചർച്ചകൾ ധാരണയിലേക്ക് എത്തുന്നു എന്ന വാദങ്ങൾ ഇറാൻ തള്ളുന്നുമില്ല. എന്നാൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ല എന്ന് സ്ഥാപിക്കുവാനാണ് ഇറാൻ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ശ്രമമെന്ന് പറയുന്നത്. അഥവാ ഇനി ധാരണയിലെത്തിയാലും ഹോർമൂസിനി ഇറാൻ തന്നെ നിയന്ത്രിക്കുമെന്നാണ് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് പോലും. യുറേനിയം ശേഖരം മാറ്റാനും ആണവ പദ്ധതി നിർത്തിവെക്കുവാനും കരാറിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഒരു വാദം. ഇതോടൊപ്പം നാവിക ഉപരോധം 30 ദിവസത്തിനകം നീക്കണമെന്നുള്ള ഘട്ടവുമുണ്ട്. മാത്രമല്ല, സ്വത്തുക്കൾ ഘട്ടം ഘട്ടമായി വിട്ടുനിൽക്കണം എന്നീ ധാരണകളൊക്കെ അടക്കം എത്തിയെന്നാണ് വാദിക്കുന്നത്. ചർച്ചകൾ ധാരണയിലെത്തുന്നതായി അമേരിക്കയും പറഞ്ഞിരുന്നു. പക്ഷെ അതേസമയം പരസ്യ പ്രസ്താവനകളും പരസ്പര വിരുദ്ധ നിലപാടുകളും ധാരണയെ ബാധിക്കുമോ എന്ന ആശങ്ക നിലവിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ടെലിഫോൺ ചർച്ചകളിൽ ഈ സൗദി, ഖത്തർ, UAE, ജോർദാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളടക്കം ഇവരുമായിട്ടുള്ള സമാധാന ചർച്ചകൾക്ക് വേണ്ടി പങ്കെടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതേസമയം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകളിൽ വഴിത്തിരിവുണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് US വിദേശകാര്യ സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ രംഗത്തെത്തി. അടുത്ത ഏതാനും മണിക്കൂറിൽ ലോകത്തിന് ചില നല്ല വാർത്തകൾ വന്നേക്കുമെന്ന് അവർ പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് റൂബിയോ ഇത്തരത്തിലൊരു കാര്യം വ്യക്തമാക്കിയത്. അതായത് നിലവിൽ ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യങ്ങളും ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലുമൊക്കെ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായതായിട്ട് US വിദേശകാര്യ സെക്രട്ടറി സൂചന നൽകുന്നുണ്ട്. അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന് ചിലപ്പോൾ ചില നല്ല വാർത്തകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാന്റെ ആണവായുധങ്ങളെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾക്കുള്ള ഭീതി ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിലവിലെ ശ്രമങ്ങൾ സഹായിക്കുമെന്ന് കൂടി റൂബിയോ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനാധിപത്യ സർക്കാരുകൾ നേരിടുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ചും US വിദേശകാര്യ സെക്രട്ടറി വല്ലാതെ സംസാരിക്കുന്നുണ്ട്. ജനാധിപത്യ രാജ്യങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളും സ്വതന്ത്ര മാധ്യമങ്ങളും ജനകീയ പരിശോധനകൾ ഉണ്ടാക്കാറുണ്ട് എന്നും നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഒടുവിൽ നമ്മളെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് വിശദീകരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നും റൂബിയോ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനാധിപത്യ ഘടന തന്നെയാണ് പല ആഗോള വിഷയങ്ങളിലും പല രാജ്യങ്ങളെയും പരസ്പരം അടുപ്പിക്കുന്നതും യുദ്ധം എന്നുള്ളത് നിർത്തലാക്കിപ്പിക്കുന്നതും. അപ്പോൾ ഇറാന്റെ ആണവ മോഹങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ, മേഖലയിലെ സംഘർഷങ്ങൾ ഇവയൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് റൂബിയോയുടെ പരാമർശങ്ങൾ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത ഒരു കരാറാണ് എങ്കിൽ അത് ഇറാന്റെ പരാജയമാണ് എന്നതാണ്. സമാധാന ചർച്ചകൾക്കിടെ കടുത്ത നിലപാടുമായിട്ട് എത്തിയിരിക്കുന്നത് ഇറാന്റെ MP ആണ്. US ഇറാൻ സമാധാന കരാറുകൾ പ്രഖ്യാപനം, അത്തരത്തിലൊരു സമാധാന കരാറിന്റെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ വരുമ്പോൾ തന്നെ കടുത്ത നിലപാടുമായിട്ട് ഇറാന്റെ MP മഹമ്മൂദ് നബവിയൻ എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്: ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാത്ത കരാർ എങ്കിൽ അത് ഇറാന്റെ പരാജയമായിരിക്കും എന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാന് പരമാധികാരം വേണം. ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ ഈടാക്കണം. യുദ്ധത്തിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഇറാനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ അത് US പിൻവലിക്കേണ്ടതുണ്ട്. അമേരിക്ക മേഖലയിൽ നിന്ന് പിന്മാറണം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയാൻ അമേരിക്ക ശ്രമിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇറാന്റെ MP മുന്നോട്ട് വെക്കുന്നുണ്ട്. ശത്രുവുമായിട്ടുള്ള കരാറിന്റെ ഉള്ളടക്കത്തിൽ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള പരമാധികാരം, യുദ്ധനഷ്ടപരിഹാരം, എല്ലാ ഉപരോധങ്ങളും നീക്കൽ, ടോൾ പിരിവ്, മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകൽ,
മേഖലയിൽ നിന്നുള്ള ശത്രുവിന്റെ പിന്മാറ്റം, യുറേനിയം സമ്പുഷ്ടീകരണത്തിലുള്ള അംഗീകാരം, ഇറാൻ ആവശ്യപ്പെടുന്ന ഉറപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നില്ല എങ്കിൽ ആ കരാർ വലിയ ദോഷം ചെയ്യും. അത് ഇറാൻ ജനതയുടെ വിജയത്തെ പരാജയമാക്കി മാറ്റും എന്നാണ് നബബിയൻ കുറിച്ചു വച്ചിരിക്കുന്നത്, അതായത് ഇറാന്റെ MP. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെക്കാട്ടിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇറാനിൽ ഭരണ പ്രതിസന്ധി നിലനിൽക്കുന്നുവെന്ന എന്ന ആരോപണമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരികയാണ് ഇവിടെ. ഇറാന്റെ പരമോന്നത നേതാവ് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അജ്ഞാത കേന്ദ്രങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ് എന്ന് US-ന്റെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് ട്രംപ് പറയുന്നത്. അതീവ രഹസ്യമായിട്ടുള്ള ആശയവിനിമയ ശൃംഖല വഴിയാണ് അദ്ദേഹം സന്ദേശങ്ങൾ കൈമാറുന്നത് എന്നും ട്രംപ് ഭരണകൂടവുമായിട്ട് ചർച്ചകൾ നടത്തുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം സർക്കാരിനുള്ളിൽ തന്നെ ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ അത് നടത്തിയെടുക്കുവാൻ കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമുണ്ട് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളോട് പ്രതികരിക്കുവാൻ ഇറാൻ ദീർഘസമയം എടുക്കുന്നത് ഈ ആശയവിനിമയ പ്രതിസന്ധി കാരണമാണ് എന്നാണ് US വ്യക്തമാക്കുന്നത്. എങ്കിലും നിലവിലെ കരാറിന്റെ ഏകദേശ രൂപത്തോട് പരമോന്നത നേതാവ് യോജിച്ചതായും അടുത്ത ദിവസങ്ങളിൽ തന്നെ അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നും ഒക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോഴും ഇറാൻ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ പരിക്കേറ്റ ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി മുൻഗാമിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ ഭയന്നാണ് അതീവ ജാഗ്രത പുലർത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇദ്ദേഹം പരസ്യമായിട്ട് ഇതുവരെയും പ്രത്യക്ഷപ്പെട്ടിട്ടേയില്ല. ഇറാൻ സർക്കാരിനുള്ളിൽ നിന്നുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്തി US-ഉം ഇസ്രായേലും നിരവധി മുതിർന്ന നേതാക്കളെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ തുടർന്ന് നിലവിൽ ഭൂരിഭാഗം ഇറാൻ നേതാക്കളും ഭൂഗർഭ ബങ്കറുകളിലാണ് കഴിയുന്നത് എന്നുള്ളത്. പരമോന്നത നേതാവ് എവിടെയാണ് എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും സന്ദേശങ്ങൾ കൈമാറാൻ പ്രത്യേക ദൂതന്മാരെയാണ് ഉപയോഗിക്കുന്നത് എന്നതടക്കം അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുമ്പോഴും പക്ഷേ ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തരത്തിലുള്ള കരാറിനും ഏർപ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഇറാനെ കൂടി നമ്മൾ കാണേണ്ടി വരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ പലതരത്തിലുള്ള വാദമുഖങ്ങൾ ഉയരുന്നുണ്ട്. അതായത് യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമാധാന ചർച്ചകൾ നടക്കുകയാണ്. എന്നാൽ സ്വന്തം പരാജയം മറച്ചുവെക്കുവാൻ വേണ്ടിയിട്ട് ഒരു കരാർ ഉണ്ടാക്കി ആ കരാറിൽ നിന്ന് എങ്ങനെയെങ്കിലും തരയൂരാൻ വേണ്ടിയിട്ട് ട്രംപ് നടത്തുന്ന വിക്രിയകളാണിത് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. അത് ലോകത്തിന് മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നെതന്യാഹുവിന് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഏത് വിധേനയും ഇറാനിൽ അധിനിവേശം സ്ഥാപിക്കുക, ഇറാനെ തകർക്കുക, ഇറാന്റെ യുദ്ധമേഖലകളെ പ്രത്യക്ഷത്തിലല്ല നഗരങ്ങളെ അടക്കം പിടിച്ചടക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ പോലും ഇറാൻ ഏത് വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ മുന്നോട്ട് തന്നെ പോകും. പക്ഷെ അതേ ഇസ്രായേലിനെ തകർക്കുക എന്നത് ഇറാന്റെ കൂടി പരമലക്ഷ്യമാണ്. കാരണം ഇവരുടെ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക്, ഒരു തീർപ്പിലേക്ക് എത്തണമെങ്കിൽ നെതന്യാഹുവിന്റെ മരണം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇറാൻ സേനയുടെ ലക്ഷ്യം, ദൗത്യം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ മാറ്റി നിർത്തില്ല. ഏത് കരാറിൻ പ്രകാരമാണെങ്കിൽ കൂടിയും ആ കരാറിനൊക്കെ അപ്പുറം ഇസ്രായേലിനെ കത്തിക്കാൻ തന്നെയാണ് ഇറാൻ സേനയുടെ തീരുമാനം. നെതന്യാഹു എന്ന് പറയപ്പെടുന്ന മനുഷ്യ മൃഗത്തെ വധിക്കുക എന്നുള്ളത് ഇറാന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കും. അതുകൊണ്ട് നെതന്യാഹുവിന്റെ മരണം ഉറപ്പിക്കുക എന്നുള്ളത് ഇറാൻ സേനയുടെ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇനി അവർ നടത്തുക.